ഹലോ ഫ്രണ്ട്സ്, പെരിസ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മളെ ഫെന്നക് ഫോക്സിനെ കണ്ടാ നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടാ? നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഇവനെ കയ്യിലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ എന്താ പറയുക പോരായ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും എടുത്തിട്ടൊന്ന് കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ മോശമല്ലേ? നിങ്ങൾ ഇത്രയും വലിയ പെറ്റ് ലവറായിട്ട് ഇത് നമ്മൾ കയ്യിലെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോശം തന്നെ. അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ സ്ഥിരമായിട്ട് എടുക്കാത്തത്. അപ്പോൾ എന്താ പറയുക, ഓനാൾ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് കണ്ടാ. എല്ലാവരും കണ്ടില്ലേ? നല്ല രസമാണ് കാണാൻ. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കൻ. ആൾ സെറ്റായില്ലേ? ആദ്യം വന്നപാട് ഭയങ്കര എന്താ പറയുക ഒരു പേടിയും ഇതെല്ലാമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ആൾ കൂളാണ് അല്ലേ ബേബി? പിന്നെ വെയിലത്ത് നമ്മൾ ഇറക്കായിട്ടാണ് കേട്ടോ. വെയിൽ കാണുമ്പോൾ ഇവർക്ക് പിന്നെന്താ പറയുക ഒരു സ്ട്രെസ്സും കാര്യങ്ങളിലുണ്ടോ. ഇവർക്ക് വെയിൽ അത്ര ഇഷ്ടമില്ലാത്ത ആളല്ലേ. ഓക്കെ ആയില്ലേ? സെറ്റായില്ലേ? നമ്മൾ കൊണ്ടാക്കട്ടെ? അപ്പോൾ ഇതാ ജവൻ നമ്മളെ തിരിച്ചാക്കിയിട്ടുണ്ടേ. ഇപ്പം കണ്ടാ ഒന്നും കുഴപ്പമൊന്നുമില്ലേ കണ്ടാ? ഓ എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പിടിക്കണം, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആൾ കൂളായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ആ കൂട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് പിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ കൂട് ഓനുമായിട്ടൊരു എന്താ പറയുക ഒരു സെറ്റിൽ പോകുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മളെ നമ്മൾ ഇതാണ്ട ബുഷ് ബേബി ആക്റ്റീവായിട്ട് നോക്കിയതാ. ഐഷ് ഇവനിങ്ങനെ പകല ആക്റ്റീവായിട്ട് കാണുകയില്ല കേട്ടാ. വരുന്നേക്ക് ഐഷ് എന്താടാ 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 അച്ചോടാ കണ്ടാ കണ്ടാ? ആ ആ ആ ആ സെറ്റായിട്ടാ. അടിപൊളിയല്ലേ? ബാ നമുക്ക് തൊട്ട് നോക്കിയിട്ടൊന്ന് എടുത്തു നോക്കിയാലോ? അയ്യോടാ, എടുക്കാൻ പറ്റുമോ? പണിയാവോ? എന്താ അടാനിൽ നിന്ന് തരുന്നുണ്ടേ. ഐഷ് ഇണങ്ങിട്ടാ, നന്നായിട്ട് ഇണങ്ങി. ഇതൊക്കെ അയ്യവ അയ്യവ ആ അയ്യവ. അതിന് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് എന്തായാലും കയ്യിലെടുക്കാൻ പറ്റും കേട്ടാ. അല്ലടാ? അയ്യോടാ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. അതൊക്കെ ആ കണ്ണല്ലേ നോക്കിയേ, ഇഷ്ടമായി വരുന്നുണ്ട്. അയ്യടാ അല്ല പിന്നെ അതാ 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 ആ ആ ഈ ചെവിൻ്റെ അടുത്ത് മസാജ് ചെയ്യുന്ന എല്ലാ ജീവികൾക്കും ഇഷ്ടമാണ്. ചെറിയൊരു മയക്കം തരുന്നുണ്ട്. കണ്ട 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 ഇതൊക്കെ ആക്കി തരുന്നൊക്കെ. അയ്യവ അയ്യവ അച്ചോടാ. എന്നാലും ഇവൻ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കേട്ടാ. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ കയ്യിലെടുക്കാം. ഓക്കെ, എന്തൊക്കെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നതൊക്കെ. അച്ചോടാ ആ ആ കണ്ണുനോക്കിയേ, മസാജിലങ്ങ് മുഴുകി മൂപ്പര്. അയ്യടാ എന്തായാലും അടിപൊളിയാണ് കേട്ടാ. നമുക്കൊരു നൈസ് എക്സ്പീരിയൻസ് ആയി. പൊളിയല്ലേ? എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ മിക്കവാറും നമുക്ക് കയ്യിലെടുക്കാം അല്ലേ? എന്താ നോക്കുന്നത്? ബദാം എന്നല്ലോ, ഒരു ബദാം ഇതാടാ. ഇതാ ഇതാ ബാ എന്നാ ഇതാ. അയ്യവാ കടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാ. ഭയങ്കര പവറാന്നേ പല്ലിനെല്ലാം. പിന്നെ നമ്മളെ മറ്റേ മൈസിനെല്ലാം മറ്റേ തിന്നണ്ടില്ലേ. ഒന്നുകൂടി കൊടുക്കാം അല്ലേ? ഒന്നുകൂടി വേണോ? എന്നാ ഓക്കെ, എടുത്ത് തിന്നാണ് ഭയങ്കര രസമുണ്ടാ. അതിങ്ങനെ കുരങ്ങെല്ലാം വെക്കുന്ന പോലെ ഈ സൈഡിലിങ്ങനെ വെക്കും കേട്ടാ. സൈഡിലിങ്ങനെ കവിളിലിങ്ങനെ വെക്കും. ഇതാ മെല്ലെ മെല്ലെ ഓരോ പീസായിട്ട് ഇങ്ങനെ തിന്നാണല്ലോ. ഓക്കെ, സെറ്റായി. നമ്മളെ കുട്ടൻ സെറ്റായി കേട്ടാ. ഓക്കെ ബേബി പോട്ടാ, ഉറങ്ങിക്കോ. അടുത്ത അതല്ലേ പരിപാടി, ഉറങ്ങിക്കോട്ടാ. ആ ഓക്കെ ഓക്കെ. നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ ശരീരം. അല്ല എന്താ രസം. നമ്മളെ മുയലില്ലേ, മുയലിൻ്റെ എല്ലാം സെയിം ഏകദേശം. പോയിക്കോ. ഓക്കെ, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നമുക്ക് പോവാം. പോട്ടാ പോട്ടെ മുത്തേ. ഓക്കെ ബൈ.
നമുക്ക് ഏതായാലും മൗഗ്ലിനി ടാർസനിൽ ഒന്ന് കാണാം അല്ലേ? കുറേ നാളെ മൗഗ്ലിനി ടാർസനി കണ്ടിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പ്രാവ് ഫീഡ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും സ്ഥിരം കാണുന്ന കാഴ്ചയായിരിക്കും, എന്നാലും കാണാത്തവരുണ്ടാവും. ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ. ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് ലോങ് ഫേസ് ടംബ്ലർ കേട്ടോ. ചെറിയ കൊക്കായിരിക്കും ഇതിൻ്റെ. ഏകദേശം അത് ഇപ്പം ഫീഡ് ചെയ്യുന്നത് മെയിലാണ് കേട്ടോ, അച്ഛനാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടാ ഇതാ രസമല്ലേ? കറക്റ്റ് അച്ഛൻ്റെ പിന്നെ ക്രോപ്പിലുള്ളത് കുട്ടിക്ക് ഇങ്ങനെ പകർന്ന് നൽകിയാണ്. ഉണ്ടാ ഓക്കെ. ഇവരുടെ ബീക്ക് ഉണ്ടോ? ചെറിയ ബീക്കാണ്, ഉണ്ടല്ലേ? ഓക്കെ, ഇതാ ഒരു നല്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇതാ പൊളി ബ്രീഡല്ലേ? ഓക്കെ, വാ. ഇതാ ഇവനൊക്കെ ഉണ്ടാ, ഇത് നമ്മളെ പിന്നെ ചങ്ങായിൻ്റെ മോനാണ്, അബ്ദുള്ള. അബ്ദുള്ളാൻ്റെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അബ്ദുള്ള ഇപ്പോൾ നമ്മളതേ പാത പിന്നുണ്ട്. ഫുൾ ടൈം പെറ്റ് സ്റ്റേഷനിൽ വരുത്തി ഇതേപോലെ എന്തെല്ലോ മീനിനെ പിടിക്കാൻ പോക്ക്, പക്ഷിനെ പിടിക്കാൻ പോക്ക് അല്ലേ, എന്തെല്ലാം ജീവനെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് എനിക്ക് 2 കയ്യുക ഇടക്കിനെ കൊടുത്തിനെ, അവനാകെ ക്രോസാക്കി ഒരുപാട് ബ്രീഡെല്ലാം ചെയ്തല്ലേ. ഇപ്പം എത്ര ഉണ്ട് കാണുന്നില്ലേ? അല്ലാണ്ട് ഇനിയിപ്പോൾ ഓൻ എന്തിനാ വന്നെന്നറിയാം? നമ്മൾ കോഴി ഫിഷിനെ ബ്രീഡായെന്ന് ഇട്ടിട്ടില്ലേ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ? അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്, കോഴി ഫിഷ് മുട്ടിട്ടോ എന്നുള്ള അറിയാൻ അല്ലേ. ഓനോട് വലുതായി നമ്മളൊക്കെ കൂടെ അല്ലേ. ആ, എൻ്റെ ചെറുപ്പം ഇതേപോലെ ഉണ്ട്. ഇതാണ് അബ്ദുള്ള, നമ്മളെ ഷബീറിൻ്റെ മോനാണ്. നീ എന്താ പ്രാവിന് ഫുഡ് കൊടുക്കാൻ നോക്കുന്നത്? പഠിക്കണം കേട്ടോ. പഠിക്കുന്നില്ല, വെറും പ്രാവിൻ്റെ പക്ഷിൻ്റെ ബാക്കിലാന്ന് പറയുന്നത്. പഠിക്കണോ? എന്നാലേ ഞാൻ കൂട്ടും കേട്ടാ. ആ, നീ വീഡിയോ ആണല്ലോ, നീ ഇപ്രാവശ്യം വീഡിയോയിൽ നിന്നെ കാണും കേട്ടാ. ഓക്കെ, അല്ലാതെ ആയി പറഞ്ഞേ. അതേപോലെ വാ, നമ്മളെ മീൻപിന്നൊക്കെ ഉണ്ടാ ആയി കേട്ടാ. ഡേറ്റ് ആയിട്ടില്ലല്ലോ. ഡേറ്റ് തന്നെ ആവണമെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടി ഇല്ലേ സമയം? അയ്യോടാ, വയറിൽ അത്യാവശ്യം വന്ന് നോക്കിയാ. ഇത്തിരി പോകുന്ന ഡോഗിന് വയറ്. നല്ല രസമുണ്ടാവില്ലേ ഇവന് കുട്ടിയായി കഴിഞ്ഞാൽ? അബ്ദുള്ള, നീ നോക്കൂലേ കുട്ടിയായാലേ? ഇത് പ്രസവിക്കാനായിട്ടുണ്ട്, ഇത്രയാവും. ഈ പൂപ്പിക്കുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും വന്ന് എടുത്തു കൊടുക്കുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തില്ല. ബാക്കി അല്ലെങ്കിൽ പുറത്തിറക്കിയാൽ നമ്മളെ കൂടെ തന്നെയാണ്. ഈ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലേ പൂപ്പി? ആ ഉണ്ടാ, തുറക്കുമ്പോൾ പോകട്ടാ. ഓക്കെ പൂപ്പി പമ്മനെ, അത് ഈ എടുത്തു കൊടുക്കുന്ന പഠിച്ചിട്ടാണ്, വേറൊന്നുമല്ല. അത് ചില ആൾ ഈ ടൈറ്റാക്കിയിട്ടെല്ലാം പിടിക്കൂലേ, അത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ പോയിട്ട് വരാവേ. ഓക്കെ, വാ നമുക്ക് ബാക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പിന്നെ വിഡോ ടെട്രൻ്റെ ടാങ്കിൽ അത്യാവശ്യം ചെറിയ ആൽഗ വന്ന് തുടങ്ങിയേ. അത് ഭംഗി വരാൻ തുടങ്ങിയല്ലേ ടാങ്ക്? ചെറിയ ആൽഗ വന്നപ്പോൾ ഭംഗി വരാൻ തുടങ്ങി. നല്ലോണം ആൽഗ വരണം, എന്നാലും അതിൻ്റെ രസം ഉണ്ടാവും. അതുപോലെ മറൈൻ ടാങ്ക് പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മീനിനെ ഒന്നും കൂടി ആഡ് ചെയ്യണം. അധികം മീനൊന്നും ഇടുന്നില്ല കേട്ടോ ഇനി. ഓക്കെ, ബാ ഞാനിങ്ങനെ പോവാം. അതുപോലെ നമ്മളെ ബഞ്ചാർ റെഡിൻ്റെ റെഡ് കളറിൽ നല്ല കറക്റ്റ് ഇപ്പോൾ കാണാൻ തുടങ്ങിയില്ലേ? നോക്കിയേ, നല്ല കളർ കാണാൻ തുടങ്ങിയില്ലേ? കളറിൽ ശരിക്കും പുറത്തേക്ക് വന്നത്. ഓക്കെ, അടിപൊളിയല്ലേ? ഇട്ടപാട് ശരിക്കും കളർ അങ്ങനെ വന്നിട്ടുണ്ടായില്ല, അന്നേരം ചെറിയ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്ട്രെസ്സെല്ലാം ഫ്രീ ആയപ്പോൾ കളറിൽ ശരിക്കും പുറത്തേക്ക് വന്നു. ഇനി അങ്ങനെ വന്ന് അതുപോലെ കുറച്ച് ധാന്യങ്ങൾ ഇട്ടിട്ട് മുളപ്പിച്ച് തന്നേ, നമ്മുടെ സ്നേക്കിൻ്റെ കേജി. ഇത് റെട്ടേൽ ബോവനെ, റെട്ടേൽ ബോവൻ്റെ കൂട്ടിൽ നമ്മളെല്ലാ കൂട്ടിലും കുറച്ചിങ്ങനെ സീഡ്സ് ഇട്ടിട്ട് മുളപ്പിച്ചാണ്. ചെറിയൊരു എന്താ പറയുക, നാച്ചുറൽ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ? വാ, ഈ അബ്ദുള്ളനെ കാണുമ്പോൾ എനിക്ക് പിന്നെ നമ്മളെ ചെറുപ്പകാലം ഓർമ്മ വരുത്ത്. ഇതാണ് അബ്ദുള്ളൻ്റെ ഉപ്പാട്ടാ. ആ, ഇറങ്ങി പോകുന്നുണ്ടാ? കണ്ട
അയ്യോ പ്രേരിടകിനെ കണ്ടിട്ടെന്ന് പറയുന്ന അല്ലേ, ഭയങ്കര ഉറക്കാന്നേ, കാണുമ്പോ കൊതിയ ഉറങ്ങുന്നതാണ്. ഇതാടാ നല്ല ഉണ്ടപ്പക്രുവായിന്നല്ലേ ശരിക്കും, ശരിയായ ഉണ്ടപ്പക്രു. വാടാ വാ കാണിച്ചരാ, നോക്കിയ സൗണ്ട് ഇണ്ടാ. പോയിക്കോ, നല്ല ആക്റ്റീവ് വന്നിട്ടാ. ഓയ് ഇറങ്ങി ഇങ്ങനെ ഓടിക്കളിച്ച് അതിലേക്ക് കയറി ഭയങ്കര രസമാണ്. അബ്ദുള്ള ഇങ്ങോട്ടേക്കോ, അപ്പുറം പോയിക്കോ, അങ്ങോട്ട് പോണ്ട, ആൾക്കാർക്ക് കണ്ടാൽ പേടിച്ചു പോകും. അബ്ദുള്ളനെ പിന്നെ നമ്മൾ ധൈര്യമായിട്ട് അയക്കാട്ടാ. ആകെയുള്ള പേടിയെന്ന് അറിയോ, ഇതിൻ്റെ ഇങ്ങനെ ഹോളുണ്ട് നമ്മളെ പിന്നെ പൈപ്പിൻ്റെ ഉള്ളിലെ അകത്തോട്ട് പോകുന്നില്ല പേടി മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും പോകുന്നില്ല, ആരും അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അതേപോലെ നമ്മുടെ കങ്കാരു കങ്കാരു എലി എന്നൊന്ന് കണ്ടാളും പറയലട്ടാ. ഇതാണ് വെള്ളം കുടിക്കാത്ത ജീവി. ഇവർ പിന്നെ ഇവരുടെ ഭക്ഷണത്തിൽ നിന്നെല്ലാം കിട്ടുന്ന ചെറിയ ജലാംശം മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ. അതുപോലെ ഇങ്ങനെ പാലിൽ ബാലൻസ് ചെയ്തിട്ടാണ് നടക്കുകയൊക്കെ ചെയ്യുക. നല്ല രസമാണ് കാണാൻ. ഇതാ ചെറിയ 2 കൈയും വലിയ വാലും, ബാക്കിലെ കാലും വലുതാണ്. നമ്മൾ കങ്കാരുവിൻ്റെ സെയിം തന്നെ ഏകദേശം. കണ്ട എന്താ രസമല്ലേ. ഇതാടാ നീ ഒറ്റയ്ക്ക് എടുക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാകും. വാലൊരു പ്രത്യേക ഭംഗിയാണ്, നല്ല ചാട്ടക്കാരാണ്, എല്ലാം ചാടും. ഇത് നമ്മളെ പ്രേരി വന്നിട്ടുണ്ട്, പോയി. അവൻ്റെ ഇതെല്ലാം തന്നെയാണ് ഇവൻ്റെ ആക്ടിവിറ്റിയെ. ഇത് ഈ നമ്മൾ പ്രേരി ഡോഗിൻ്റെ ഒരു കളിയാണെന്ന് നല്ല രസമാണ്. ഇതിലേക്ക് കയറി അതിലിറങ്ങി ഇങ്ങനെ പോവും. പിന്നെ പ്രേരി ഡോഗിൻ്റെ അമ്മയെന്ന് നമ്മളെ ചമ്മാട്ടേച്ചി അല്ലേ, ഒന്ന് ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ വലിയ ഡിമാൻഡ് ആക്കുന്നു. ചമ്മാട്ടേച്ചിനൊന്ന് കാണിച്ചേ, ആയി പറഞ്ഞോ. അതേപോലെ നമ്മുടെ ഇതിൻ്റെ അത് കുറച്ച് എന്താ പറയുക, ശ്രിമ്പിന് ഇട്ടിട്ടുണ്ട്. പല കളറും ഉണ്ട് കേട്ടോ, കുറേ കളർ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. നമ്മുടെ ആമയുണ്ട്, ആമയോട് ഒത്തു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ സ്നേക്ക് ഹെഡ് ഇതിൻ്റെ ഒത്തുണ്ട്. ഭയങ്കര രസം തന്നെ അല്ലേ, അത്യാവശ്യം കുറച്ച് സൈസായിനല്ലേ നമ്മളന്ന് കണ്ടതിനേക്കാളും. ഇവരെല്ലാം ഹൈഡ് ചെയ്ത് നിൽക്കലാണ് അധികം. ഫ്ലൈ റിവർ ടേർട്ടിലും ഉണ്ട്, ഫ്ലൈ റിവറും അധികവും ഹൈഡ് ചെയ്ത് നിൽക്കല, മണ്ണിൻ്റെ അകത്ത് താഴത്തൊക്കെ നിൽക്കാം. അതേപോലെ നമ്മുടെ ഡേഗക്കോ ഡാഡാ അത് കുറേ നാളെയല്ലേ നമ്മൾ ഇങ്ങോട്ടെല്ലാം കാണിച്ചിട്ട്. പിന്നെ നമ്മളെ പിന്നെ സാവന്ന മോണിറ്റർ ചെറുത് എടുക്കട, ഇതാ ഒരു ചെറുതിനും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് വലുതായി അല്ലേ. അയ്യോ എൻ്റെ കൈക്ക് അപ്പിയിട്ട് പോയിക്കാം സാറില്ല. നമ്മളെപ്പം പറയുന്ന പോലെ തന്നെ പാർട്ട് ഓഫ് പെറ്റിങ്. ഒന്ന് കൈ കഴുകണം. അതേപോലെ നമ്മൾ ഫ്രോഗെല്ലാം അത്യാവശ്യം സൈസ് കയറിയിട്ടുണ്ടേ. ഇതണ്ടാ നമ്മൾ ഇവർക്ക് കുറച്ച് ലൈറ്റൊന്ന് ഡയറക്റ്റ്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തീരെ കാണാൻ വന്നു കഴിഞ്ഞാൽ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ചെറിയൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാന്റ് വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ താഴത്ത് വന്ന് നിൽക്കും. അപ്പോൾ കറക്റ്റ് ആൾക്കാർക്ക് കാണുകയും ചെയ്യാം, അവർക്കൊരു ചെറിയ പ്രൈവസി കിട്ടുകയും ചെയ്തു. ആ രീതിയിലേക്ക് ആക്കിയിട്ടാ നമ്മുടെ കേജുകൾ. ഇവർ തൊടുമ്പം കണ്ടേ, തൊടുമ്പം കണ്ടാ ഉണ്ടാ വികസിക്കുന്നുണ്ടാ. അടിപൊളിയായില്ലേ. അതുപോലെ നമ്മൾ ഗ്രീൻ ട്രീ ഫ്രോഗ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവനും കുറച്ച് സൈസായില്ലേ, നോക്കിയേ. ഇതാണ് പാക്മാൻ. ഇത് പാക്മാൻ ഗ്രീനാണ്, പക്ഷെ ഇതിനേക്കാളും മറ്റേ നമ്മളെ വലുതില്ലേ ഇതിനേക്കാളും നല്ല ഗ്രീൻ ഉണ്ട് അല്ലേ പാക്മാൻ. നമ്മൾ അന്നത്തെ ഇത് സൈസ് നോക്കിയാൽ പക്ഷെ ആ ഗ്രീൻ വ്യത്യാസമുണ്ട്, വേറെ തന്നെ ഗ്രീനാണത്. മനസ്സിലാവുന്നില്ല അല്ലേ അതിൽ. അത് വലിയ ഇത്ര ഉണ്ട് കേട്ടോ സൈസ്. പിന്നെ ആരെയും കാണിക്കാനല്ലേ ഇതാ. പിന്നെ നമ്മുടെ മെക്കോസിനെ നമുക്ക് നമുക്ക് കൈ 22 കഴുകാം, കുഴപ്പമില്ല. പാടാ കൈ കഴുകാനുള്ള സംവിധാനം ഇതിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണെന്ന് അറിയാമോ. ഈ സൗണ്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര രസം തോന്നും. അതേപോലെ നല്ല വെയിലെല്ലാം നല്ല ഇതുണ്ട്. ഈ സമയത്തെല്ലാം ഫുള്ള് നല്ല ഡയറക്റ്റ് ശരിക്കും വെയിൽ കിട്ടും. വാടാ മക്കളെ വാ 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 ഇങ്ങോട്ട് വന്നേ. ബദാം വേണോ ഇവിടെ വാ.
ഇടവാ 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 വതാ വരാലോ വാ 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 ആ തിന്നാൻ തരണം നല്ല സ്നേഹമുള്ളൂ അല്ലേ വാ ഇങ്ങോട്ടാ വാ വാടാ ആ നിങ്ങൾ അമ്മ അടിയാണ്ട ഫുഡിന്ന് നിന്ന് രണ്ടാക്കും ഉണ്ടാക്കും 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 ഇവർ പിന്നെ വിളിച്ചാൽ തന്നെ കയ്യിൽ തന്നെ വരും പ്രശ്നമൊന്നുമില്ല റിയോ റിയോ ബേബി വാ 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 ഇങ്ങോട്ടോ വാ ആയി വാ എടാ ആ നമ്മൾ ഗ്രീൻ വിങ്ങാന്ന് ഇതിൻ്റെ പേരട്ടാ അവൻ പിന്നെ അടുത്തൊന്നും വരില്ല പണ്ടേ ഇല്ല പോലെ തന്നെ മാറ്റമൊന്നുമില്ല വേടാ പോട്ടെ ഈ ഒരാൾ വരുന്നുണ്ടേ എടാ താഴെ പോയിടാ വന്നിട്ടുണ്ടാ വേണോ വേണോ അതെന്താ പേടിച്ചതെന്നറിയോ നമ്മളെ മാർജാറിന് അതിലേ പോയിട്ടുണ്ട് ആ എനിക്ക് ഇത് കൊടു ഓക്കെ എടാ നമ്മളെ പ്രേരി ഡോഗിനെ കയറ്റിയാ എടാ കുടിക്കോ ഇടാ മുത്തേ വാ ബാ 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 വാ ആ പ്രേരി ഡോഗിനുണ്ട് ബാ അതിൻ്റെ ഒക്കെ പോയേക്കല്ല അയ്യോ പൂച്ച കുടിക്കോ പൂച്ച കുടിക്കുമല്ലോ നോക്കണേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കണം കേട്ടാ ഇല്ല പൂച്ച കുടിക്കില്ല പ്രശ്നമില്ല പിന്നെ നമ്മുടെ സ്ക്വിറൽ മങ്കിക്ക് ഓരോ ബദാം കൊടുത്താലോ ഇവരെ ബദാം കൊടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല ഇത് രണ്ടും ഭയങ്കര പേരാണ് പക്ഷെ തിന്നാൻ കൊടുക്കുമ്പോൾ അതെല്ലാം മറന്ന് സ്റ്റൈലിൽ പോയി ഒരാൾ കൊടുക്കുന്ന മറ്റേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യില്ല ഭയങ്കര ചൊറയും ആ പോ മതി ആ ഓക്കെ രണ്ടാൾക്കും ഓരോന്ന് കിട്ടി അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ ഒരാൾ തന്നെ പിടിച്ച് വെച്ചിട്ട് എല്ലാം എടുക്കും ഒരു 10 എണ്ണം കൊടുത്താൽ 10 എണ്ണം ഒരാൾ തന്നെ എടുക്കും ആ ഇല്ല കഴിഞ്ഞ് വേണോ ആ പോട് എടാ നിങ്ങൾ പുറത്തേക്ക് ചാടി വരുന്നുണ്ട് ഇടയ്ക്ക് പക്ഷെ പ്രശ്നമൊന്നുമില്ല എന്നാലും ആൾക്കാരെല്ലാം പേടിക്കും ഇതിങ്ങനെ അധികം ഇറങ്ങി ഓടലുണ്ട് പക്ഷേ ഇത് നോക്കണ്ടേ ഭയങ്കര ഫാസ്റ്റ് ആന്നിട്ടാ അതുപോലെ നമ്മുടെ കോക്കറ്റു ഈ ഭാഗത്തെല്ലാം വന്നിട്ട് കാണിച്ച് കുറേ ആയി അല്ലേ അതേപോലെ തന്നെ ഇതാ നമ്മുടെ ടൗക്കാൻ സെനൽ ബെല്ലി ടൗക്കനാണ് അത്യാവശ്യം അടുത്തെല്ലാം വരും കേട്ടോ പ്രശ്നമൊന്നുമില്ല പണ്ട് നമ്മളെ കാണിക്കുമ്പോൾ ഓടുന്നല്ലേ വാ കൊണ്ടുവാ വാ കണ്ടാ കൈക്ക് എന്തോ ഉണ്ടോ നോക്കുന്നേ വന്നിട്ട് ചാപ്പിക്ക എന്ത് നല്ല ആരാ ഗസ്സാ ആയി ശരി ഓക്കെ ഇങ്ങനെയുണ്ട് നമ്മുടെ ടോക്കനെ കൊത്തിയിട്ടുണ്ടാ നല്ല കഴി കിട്ടി കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊത്തിയതാ നമ്മൾ സാധാരണ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നമ്മളെ പുഴുക്കളെ കൊടുത്ത് സെറ്റാക്കിയാ തോന്നട്ടാ അപ്പം നമ്മുടെ സാക്ഷാൽ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് വരുന്നുണ്ടേ ബാടമുത്തേ ബാ 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 ഐഷ് നല്ല ഹെൽത്തി ആയില്ലേ എടാ നീ എന്താ എടുക്കുന്നത് നീ പറഞ്ഞേ ടാർസനെ കണ്ട ടാർസൻ ബേബി ഗുഡ് ബോയ് അപ്പോൾ ഒരു ബദാമേ ഉള്ളൂ രണ്ടാൾക്ക് പകുതി തരേ ഇവർക്ക് ബദാമെന്ന് അധികം കൊടുത്തുകൂടാ കേട്ടാ ഓക്കെ നിങ്ങൾക്കൊരു പീസ് ഓക്കെ ഇതൊക്കെ അവിടെ നിന്ന് നോക്കിയതൊക്കെ നല്ല രസമില്ലേ കാണാൻ ഇവർക്കെല്ലാം ആദ്യം ഉണ്ടല്ലോ ഈ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ ഡെഫിഷ്യൻസി ഉണ്ടായി ഇനിയിപ്പോൾ എല്ലാം സെറ്റായിണ്ടാ നമ്മളെ ഹാൻഡിൻ്റെ കളറും കാര്യങ്ങളെല്ലാം നോക്കിയാൽ അതുപോലെ അതിൻ്റെ ബ്ലാക്ക് രോമവും കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പറായിട്ടുണ്ടേ എല്ലാം കണ്ട അടിപൊളിയായില്ലേ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മൾ ടാർസനും അടിപൊളിയായിട്ടുണ്ട് ടാർസന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ രണ്ടാളെയും മുഖം ചെറിയ വ്യത്യാസമുണ്ട് ഇവൻ്റെ മുഖം ഒരു വേറെ സ്റ്റൈലാണ് ഇവൻ്റെ മുഖം വേറെ സ്റ്റൈലാണ് അതേപോലെ അതിന് നമ്മളെ പിന്നെ 2 ദ്രംഷ്ടകളുണ്ട് നമ്മൾ യക്ഷിക്കലുണ്ടാകുന്നല്ലോ കുറച്ച് എക്സ്ട്രാ ഉണ്ട് ഫീമെയിലിന് അവന് കണ്ടാ ഇനി നമുക്ക് മോഗ്ലിൻ്റെ കൂട്ടിലും കൂടി കയറാം നീ കയറുന്നാ അവനെ കേട്ടാ നമുക്ക് അബ്ദുള്ളനെ കേട്ടാ
അബ്ദുള്ള ഫീഡ് ചെയ്യണ്ടേ? നീ ഫീഡ് കൊടുക്കൂലേ? ഓക്കെ, നമ്മുടെ മങ്കീസിൻ്റെ കളി ഉണ്ടായി. നമ്മൾ അടുത്ത് പോയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തേക്ക് വരും, പിന്നെ ഒന്നും കളിക്കൂല. ട്രീറ്റെല്ലാം കൊടുത്താൽ നല്ല രസമാണ് ഇവരെ കളിയാണ്. ഓക്കെ, എന്താ ആക്റ്റീവ് നോക്കി, അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കളിക്കാനുള്ള സ്പേസ് കൊടുത്തിനെ അല്ല. അപ്പം നമ്മൾ അടുത്ത് പോയാൽ അവർ ഇങ്ങോട്ട് വന്ന് നിൽക്കും, പിന്നെ ഈ കളിയൊന്നും കാണില്ല. അവിടെ നമ്മൾ ഒളിച്ചിരുന്നിട്ട് നോക്കണം ഇവരുടെ കളികൾ കാണണമെങ്കിൽ. അതേപോലെ നമ്മുടെ മൗഗ്ലിൻ്റെ കൂട്ടിലിതാ മർമസെറ്റിൻ്റെ കൂട്ടിൽ നോക്കിയാലും പക്ഷെ നല്ല ആക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ. ഭയങ്കര രസമാണ് ഈ മങ്കീസിൻ്റെ കളി. നമ്മൾ ഇരുന്ന് നോക്കിപ്പോവും. ഇവർ മിണ്ടാണ്ടിരിക്കുകയില്ലല്ല, എപ്പം ഇങ്ങനെ ആക്റ്റീവായിട്ടുണ്ടാവും. ഇതൊരു നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്നൊരു സബ്സ്ക്രൈബറാണേ അല്ലേ? എന്താ പേര്? അൻവർ അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എങ്ങനെയുണ്ട് പെറ്റ് കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടിനാ? രണ്ടാമത്തെ പ്രാവശ്യം വരുന്നേ? ഓക്കെ, ഇതാ അൻവർ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നുട്ടാ. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു. അതാ മങ്കീസ് വെയിലുള്ളുന്നുണ്ടോ? വെയിൽ ആ മരത്തിൻ്റെ മേലെ കംപ്ലീറ്റ് വെയിൽ തട്ടുന്ന സ്ഥലമാണ്. അവിടെയെല്ലാം പോയി നല്ല സൺബാത്തൊക്കെ ചെയ്ത്. കേജ് എങ്ങനെ ഉണ്ട്? നല്ല രസമില്ലേ? ആ അരാപ്പയ്മ ഫീഡ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഇവർക്ക് വന്ന സംശയം പോലെ തന്നെ ഇവിടെ വരുന്ന കുറേ ആൾക്ക് സംശയം ഉണ്ടാവും അരാപ്പയ്മനെ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ ചിലപ്പോൾ അരാപ്പയ്മൻ്റെ സ്ഥലം എപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ ഫീഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യിപ്പിച്ച് തരും കേട്ടോ. ഫുൾ ടൈം അവിടെ ആളുണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാതെ അവിടെ ആളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടാ. ഇത് ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മെയിൽ വരാത്തടത്തോളം കാലം ഈ കേജ് സേഫാണ്, പ്രശ്നമൊന്നുമില്ല. ഈ ചില സമയത്ത് ഇവർ ഈ മേറ്റിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഈ പിന്നെ മെയിൽ ഭയങ്കര ഡോമിനേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അതുവരെ നമുക്ക് നോക്കാം, ഇങ്ങനെ കോളനി ആയിട്ട് തന്നെ പോട്ടെ. എന്താ ചെയ്യല്? ഇതിങ്ങനെ പിടിക്കാൻ രണ്ടേയോടും പിടിക്കും, വിടരുതേ. നേരെ പിടിച്ചിട്ട് ആടെ എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം, എന്നാലും എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ തന്നെ നിൽക്കണേ, എല്ലാവരും വന്നിട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ അബ്ദുള്ള കയറുന്നുണ്ട്. റെഡി, 1 2 3 പോയിക്കോ. എൻ്റെ ആടെ തിരിഞ്ഞ് നിൽക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞോ, ഇങ്ങോട്ട് തിരി. ഓക്കെ, അബ്ദുള്ളാനെ പൊതിഞ്ഞ് മങ്കികൾ കൂടിയിട്ടതാ. എൻ്റെ പൊന്നോ, അബ്ദുള്ളക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഇതാന്ന് നോക്കിയേ. പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇതും കിട്ടും കേട്ടോ. പക്ഷേ തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്ത് കൊടുക്കൂ. എന്ന് പറഞ്ഞാൽ ഇത് കുറേ ആൾക്കാരെ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ വളരെ അപൂർവമായിട്ട് നല്ല തിരക്കെല്ലാം ഫ്രീ ആയ സമയത്ത് മാത്രം ആൾക്കാർക്ക് നമ്മളിത് ചെയ്ത് കൊടുക്കാറുണ്ട്. കുറേ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ദൂരത്ത് നിന്ന് വരുന്നവർക്ക് നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കാറുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവുക നിങ്ങൾ ദൂരത്ത് നിന്ന് വരുന്നത്. അതുപോലെ തിരക്കില്ലാത്ത സമയത്തേന്ന് ഇതൊക്കെ ഈ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് കൊടുക്കാനും കഴിയുള്ളൂ. അബ്ദുള്ള ഹാപ്പിയായാ? എനിക്ക് ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കട്ടെ. ഏത് മങ്കിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് നടുക്ക് എന്നോടൊരു കാര്യം ചോദിക്കട്ടെ. മൗഗ്ലി ഏതാ മൗഗ്ലി? മൗഗ്ലി വന്ന് എൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് എന്നെ വന്നിട്ട് കടിക്കാൻ വരും. അതാ മൗഗ്ലി. നോക്കിയേ, അതാ ഇതാണ് മൗഗ്ലി. എന്നെ വന്നിട്ട് കടിക്കും. ഇല്ല, നിന്നൊന്നും ചെയ്യൂല, എന്നെ മാത്രം സ്നേഹത്തോടെ കളിക്കുന്നതാണ്. സ്നേഹത്തോടെ കളിക്കൂലേ, അതുപോലെ ചെയ്യുന്നത് കേട്ടാ. അയ്യോടാ, മങ്കീസ് ഭയങ്കര രസമാണ്. ഇവനിക്ക് പണ്ടേ ഇഷ്ടം നമ്മളെ നഖം മുറിച്ച്, വലിയ നഖം. വേണമുത്തേ. അതേപോലെ ഇവർ ഈ ചെയിനിൽ കയറി കളിക്കുക, നല്ല രസമാണ്. ചെയിനിൽ ഭയങ്കരമായിട്ട് കളിക്കും. മൈക്ക് വേണോ? രണ്ട് സംസാരിച്ച ഹലോ പറഞ്ഞേ. അതാണ് നമ്മളെ മങ്കീസ് എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും നേരത്തെ ഫുള്ളായിട്ട് എല്ലാവരും ഒരുമിച്ച് മേലെ കയറിയിട്ടുണ്ടായി. ഇനി എന്താ പ്രശ്നം എന്നറിയോ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങലാന്ന് വലിയൊരു ടാസ്ക്. അബ്ദുള്ള മെല്ലെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇവരെ ഇറങ്ങാൻ വിടൂല. നീ ഇറങ്ങിക്കോ, ഞാൻ മെല്ലനെ അയക്കാം. നമുക്ക് ട്രിക്ക് ഉണ്ട് ഇവരെ നീക്കണ്ടേ. റെഡി, 1 2 3 പോയിക്കോ. ഓക്കെ പൊട് എല്ലാവരും പൊട്. ഓക്കെ, ഫ്രീ ആയി. വാ ഇറങ്ങാം. ഓക്കെ ഒരു ഇതിൽ തന്നെ എല്ലാവരും നിൽക്കുന്നൊക്കെ എന്താ രസം നോക്കി. എടുക്കത്തോ, അയ്യോ മാറിപ്പോയി, കിട്ടിയില്ല. പോട്ടെ, സാരല്ല.
ഇന്നത്തെ വീഡിയോ അങ്ങനെ പോയി അല്ലേ? മൂത്രമൊഴിച്ചിട്ടുണ്ടായത് ഇതെല്ലാം മൂത്രമൊഴിച്ചു, ടെറിട്ടറി മാർക്കിങ് മൊത്തത്തിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുരങ്ങൻ്റെ കൂട്ടി കയറുന്നവർക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവേ. പിന്നെ ഇതെല്ലാം പെറ്റിങ്ങിൻ്റെ ഒരു ഭാഗമൊന്നും, ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമേ മങ്കീൻ്റെ കൂട്ടി കയറണം എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ മങ്കീസ് ചിലപ്പോൾ ചെറുതായിട്ട് കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മങ്കീസിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുത്ത് കളയുന്നതിലുണ്ടാവില്ലേ, ഈ വരും ചില ആൾക്ക് മേലെല്ലാം വരുമ്പോൾ അസ്വസ്ഥതകളുണ്ടാവും, അന്നേരം ഇങ്ങനെ എടുത്ത് കളയും. അപ്പോൾ അതെല്ലാം കുരങ്ങളൊക്കെ പേടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും പേടിയുള്ളവർ ഇതൊന്നും ഇത് ചെയ്യരുത്. അതേപോലെ ഒരാൾക്ക് മാത്രമേ നമ്മൾ ചാൻസും കൊടുക്കാറുള്ളൂ കേട്ടോ. ഒരു മണിക്കൂറിൽ ഒരാൾക്കല്ലേ നമ്മൾ ചാൻസ് കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ വരുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ദൂരത്തിലും വരുന്നവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, തിരക്കില്ലെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.